അപ്പൻ്റെ പേര് മകന് കിട്ടുന്നത് പോലെ, ഭർത്താവിൻ്റെ പേര് ഭാര്യയ്ക്ക് കിട്ടുന്നത് പോലെ. പിന്നെ അപ്പൻ്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ പേര് കിട്ടിയെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, അപ്പൻ്റെ പേര് കളയരുത്. അപ്പോൾ പേര് കിട്ടുന്നത് നല്ലതാണെങ്കിലും പേര് കളയരുത്. നമ്മൾ പറയും എടാ അവൻ അപ്പൻ്റെ പേര് കളയാനായിട്ട് എന്ന് പറയും. അങ്ങനെ പറയിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. പേര് കിട്ടിയാൽ എന്ത് ചെയ്യണം? നമ്മൾ അപ്പനെ പോലെ ജീവിക്കണം, അപ്പൻ്റെ പേര് കളയരുത്. എന്നാൽ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ 3-ാമത്തെ 16-ാം വാക്യത്തിൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഈ പേരൊക്കെ പുറമേ അല്ല കിട്ടുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സാജു ജോൺ മാത്യു എന്നുള്ള പേര് പുറമേ മാറിയില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാത്യു എന്നുള്ള പേര് പുറമേ മാറിയില്ല. വീണ്ടും ജനിക്കുന്ന ആൾ പുറമേ പേര് മാറ്റുന്നതിനകത്ത് മാത്രമൊന്നും അർത്ഥമില്ല. ഇതെല്ലാം ഡീല് ചെയ്യുന്നത് ഇന്നർമാനുമായിട്ടുള്ള ബന്ധത്തിലാണ്, അകത്തെ മനുഷ്യനുമായിട്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ പ്രാധാന്യമെല്ലാം ആരാണ്? അകത്തെ മനുഷ്യനുമായിട്ടുള്ള റിലേഷനിലാണ്. പുറത്തെ മനുഷ്യന്റെ പേര് മാറിയില്ല. പുറത്തെ മനുഷ്യന്റെ പേര് ഇപ്പോഴും എൻ്റെ പഴയ അപ്പൻ ആദാമിൻ്റെ പേരാണ് കിടക്കുന്നത്. വെൻ വി ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ് എവറിബഡി ബിലോങ്സ് ടു ആഡം. നമ്മൾ ആഡമിക് നേച്ചറിൽ ജനിച്ചത് കൊണ്ട്, ആദാമ്യ വംശത്തിലാണ് നമ്മൾ ജനിക്കുന്നത് കൊണ്ട്, അടിസ്ഥാനപരമായി പറഞ്ഞാൽ നമ്മളെല്ലാം മിസ്റ്റർ ആഡമാണ്. പുറകോട്ട് ഇങ്ങനെ പേര് പുറകോട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ, എൻ്റെ പേര് എന്താണ് ID കാർഡ് വരുമ്പോഴത്തേക്ക് ചിലപ്പം എൻ്റെ വല്യപ്പൂപ്പൻ്റെ പേര് വരെ അവർ എൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കും. പക്ഷേ ഇച്ചിരി പേര് പുറകോട്ട് പോകാൻ അവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പഴയ പേരിങ്ങനെ പറഞ്ഞു പോയ ഏറ്റവും ഒടുവിൽ എവിടെ വരെ ചെല്ലും? ആദാം വരെ ചെല്ലും. അങ്ങനെ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും അവരുടെ സർനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഡം. പക്ഷേ വീണ്ടും ജനിക്കുമ്പോൾ, വീണ്ടും ജനനത്തിലൂടെ എൻ്റെ പുറമേ ഉള്ള മനുഷ്യനല്ല ഒരു പുതിയ പേര് കിട്ടുന്നത്. ആർക്കാണ്? മൈ ഇന്നർ മാൻ. അകത്തെ മനുഷ്യൻ ഒരു പുതിയ പേര് കിട്ടുകയാണ്. ആ അകത്തെ മനുഷ്യനാണ് ഇനിയിപ്പോൾ പ്രാധാന്യം അർഹിക്കുന്നത്, പുറത്തെ മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ ഈ അകത്തെ മനുഷ്യന് വേണ്ടിയുള്ളതായിരിക്കണം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും. കാര്യം വെൻ വി ആർ ബോൺ അഗെയിൻ, പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ പുഷ്ടിപ്പെടുത്തേണ്ടത് ഈ അകത്തെ മനുഷ്യനാണ്. ഓൾ എഫേർട്ട് ഈസ് നീഡ് ടു ബി ടേക്കൺ ടു സ്ട്രെങ്തൻ ദി ഇന്നർ മാൻ. നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇന്നിപ്പോൾ ഇന്നർമാനെ കുറിച്ചുള്ള ചിന്ത നമുക്കില്ല. നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചുള്ള ഒരു ചിന്തയെ നമുക്കില്ല. നമ്മളെല്ലാം സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം ഇന്നർമാനെ കുറിച്ചല്ല. പ്രത്യേകത മിക്കപ്പോഴും നമ്മൾ കേൾക്കുന്നത് വിന്നർമാനെ കുറിച്ചാണ്. എല്ലാവരും വിന്നർമാനാണ്, ആരും ഇന്നർമാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. വിന്നർമാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വിൻ ചെയ്യുന്നതാണ്, അതല്ല എല്ലാവരും പ്രസംഗിക്കുന്നില്ല. യു വിൽ വിൻ, യു ആർ ഗോയിങ് ടു ബി എ വിന്നർ മാൻ. പക്ഷെ ഇന്നർമാൻ എന്ത് ചെയ്യും? ഇന്നർമാനെ കുറിച്ച് പ്രസംഗിക്കാൻ. കാര്യം ഇവിടെ പൗലോസ് കൃത്യമായിട്ട് പറയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ആരെയാണ് നമ്മൾ ബലപ്പെടുത്തേണ്ടത്? പറ. ഇറ്റ് ഈസ് ഇന്നർ മാൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ. അതാണോ ഇന്നത്തെ എംഫസിസ്? സഭ എന്തിനാണ്? സഭയുടെ ദൗത്യം എന്താണ്? വാട്ട് ഷുഡ് ഹാപ്പൻ ഇൻ ദ ചർച്ച്? അതിലെ അംഗങ്ങൾ, അതിലെ വ്യക്തികളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതായിരിക്കണം. അല്ലാതെ സഭ എന്ന് പറയുന്നത് അവൻ്റെ പനി മാറ്റാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാകരുത്. നമ്മൾ വരുന്നു, ഓരോരോ അസുഖമായിട്ട് വരുന്നു, വന്ന് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നു. ദ ചർച്ച് ഈസ് നോട്ട് എ ഹോസ്പിറ്റൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സഭയിൽ നമ്മൾ ബലപ്പെടുത്തുന്നത് ആരെയാണ്? അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള സകല പരിശ്രമങ്ങളും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പോള്, ഞാനത് എടുത്ത് പറയുന്നില്ല, അവിടെ 2 വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഒരു ടൈപ്പോളജിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടൈപ്പോളജി എന്താണ്? ഇഷ്മായേലും ഇസഹാക്കും. ഇഷ്മായേലിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും പറയുന്നു. ഇഷ്മായേൽ ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷമാണ് ആരുണ്ടാകുന്നത്? ഇസഹാക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഇഷ്മായേൽ ജഡത്തിൻ്റെ സന്തതിയും ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയും എന്ന് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ടൈപ്പോളജി എന്ന് പറയാൻ കാര്യം, ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് ഏകദേശം നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ആലോചിക്കാമെന്നാണ് പോള് പറയുന്നത്. പൗലോസ് പറയുന്നത് നമ്മളുടെ ജഡപ്രകാരമുള്ള സന്തതി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ദറ്റ് ഈസ് മീ. ഞാൻ ജനിച്ച ദിവസം മുതൽ ഇസഹാക്ക് എന്താണ്? വാഗ്ദത്ത സന്തതിയാണ്. അത് നമ്മുടെ ഇന്നർമാനാണ്. അത് പക്ഷേ ഞാൻ ജനിച്ച് കുറേയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആരുണ്ടാകുന്നത്? ഇസഹാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യമൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത് ആരായിരിക്കും? ഇഷ്മായേലായിരിക്കും. അത് ശരിക്കും ഇസഹാക്കിൻ്റെ ചരിത്രത്തിൽ വളരെ കൃത്യമായിരുന്നു. ഇഷ്മായേൽ ഇസഹാക്കിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്താണ്? അവൻ്റെ മേൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് സാറ എന്ന് പറഞ്ഞത്? ഇഷ്മായേലിനെ
പുറത്താക്കണമെന്ന്. അബ്രഹാമിന് ആദ്യം പ്രയാസമായിരുന്നു. കാര്യം ഇസ്മായിലിനോട് അവന് ഇത്തിരി സ്നേഹമായിരുന്നു. അവൻ്റെ മോനല്ലേ അല്ലേ, അവന് സ്നേഹമായിരുന്നു. പക്ഷേ കർത്താവ് എന്ത് പറഞ്ഞു? നിന്റെ ഭാര്യ പറഞ്ഞ കാര്യത്തിൽ നീ അവളുടെ വാക്ക് കേൾക്കുക, ദാസിയെയും സന്തതിയെയും എന്ത് ചെയ്യുക? പുറത്താക്കുക. ഇസ്മായേലിനെ പുറത്താക്കുക. ഇസ്മായിലിനെ കൊന്നുകളയാൻ പറഞ്ഞില്ല, കൊല്ലാൻ പറ്റുകയില്ല, പക്ഷേ എന്ത് ചെയ്യണം? പുറത്താക്കണം. എന്തിനു വേണ്ടി? ഇസഹാക്ക് നിർബാധമായി വളരേണ്ടതിന് ഇസ്മായിലിനെ എന്ത് ചെയ്യണം? പുറത്താക്കണം. ഇത് ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്. ടൈപ്പോളജി ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്. എന്ത്? നമ്മുടെ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ച ഇന്നർമാൻ ശക്തിപ്പെടണമെങ്കിൽ ബോധപൂർവമായിട്ട് നമ്മുടെ ഔട്ടർമാൻ്റെ, അതായത് നമ്മുടെ ഇസ്മായേലിൻ്റെ, നമ്മുടെ ഔട്ടർമാൻ്റെ നീഡ്സും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ബോധപൂർവമായിട്ട് അതിനെ പലപ്പോഴും പുറത്താക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് അത് പറയുന്നതെല്ലാം കേട്ടോണ്ടിരുന്നാൽ അത് പിന്നെയും ശക്തിപ്പെടും, ഇല്ലേ? എൻ്റെ ശരീരം എന്നോട് ആവശ്യപ്പെടുന്ന, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ജഡത്തിനും അതിൻ്റെ മനോവികാരങ്ങൾക്കും എന്ന് പോളിവിടെ FS ലേഖനത്തിൽ പറയുന്ന പോലെ അതിനെല്ലാം ഞാൻ ആൻസർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നാച്ചുറലി ഞാൻ അത് കൂടുതൽ ശക്തിപ്പെടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എൻ്റെ ഇന്നർമാൻ ക്ഷയിച്ചു പോകും. പക്ഷേ എൻ്റെ ഇന്നർമാനെ മാത്രമേ ഞാൻ ഫീൽ ചെയ്യാവൂ. എൻ്റെ ഔട്ടർമാൻ ഈസ് എ റിയാലിറ്റി. പക്ഷേ അതിനെ ഞാൻ അതിൻ്റെ ക്രേവിങ്സ്, അതിൻ്റെ മോഹങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? വളം കൊടുത്ത് വളർത്താൻ പാടില്ല. അതൊരു വലിയൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. വലിയൊരു ആത്മീക യാഥാർത്ഥ്യം. ഒരു വിശ്വാസി എപ്പോഴും പരിശ്രമിക്കേണ്ടത് എങ്ങനെ എൻ്റെ ഇന്നർമാനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. എൻ്റെ ഔട്ടർമാൻ്റെ നീഡ്സ് ആർ ദയർ, പക്ഷേ ഇവിടെ ഒരു ക്രേവിങ് ആണ്. ഈ പിള്ളേർക്ക് നീഡ്സും ഉണ്ട്. പിള്ളേർ പക്ഷേ നീഡ്സ് ഒന്നും അല്ലല്ലോ. പിള്ളേർ കരയുന്നത് വാസ്തവത്തിൽ നീഡ്സിന് വേണ്ടിയാണോ? അല്ല. മമ്മി എനിക്ക് വിശക്കുന്നു, ഫുഡ് തരണമെന്ന് പറഞ്ഞൊന്നും പിള്ളേർ കരയാറില്ലല്ലോ. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയേ പിള്ളേർ എന്ത് ചെയ്യത്തുള്ളൂ. പിള്ളേർ കരയുന്നത് നീഡ്സിന് വേണ്ടിയല്ല. ആണോ? നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ പിള്ളേർ കരയുന്നതല്ല നീഡ്സിന് വേണ്ടിയാണോ? ആണോ? അല്ല. അവരുടെ മോഹങ്ങൾക്ക് വേണ്ടിയാണ് പിള്ളേർ എന്ത് ചെയ്യുന്നത്? കരയുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതോ ഇവിടെ അങ്ങനല്ലേ? എല്ലായിടത്തും അങ്ങനെയാണ്. മോഹങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പിള്ളേർ കരയുന്നത്, നീഡ്സിന് വേണ്ടിയല്ല. നമ്മുടെ ശരീരത്തിൻ്റെ നീഡ്സ് ഉണ്ട്, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. എൻ്റെ ശരീരത്തിന് വിശപ്പുണ്ട്, ആഹാരം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, നീഡ്സ് ഉണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, ശരീരത്തിൻ്റെ മോഹങ്ങളുണ്ട്. ശരീരത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടിയാണ് ശരീരം കരയുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും, ഞാൻ ഇപ്പോൾ തന്നെ ചത്തുപോകുന്നൊക്കെ. ഇപ്പോൾ യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഏശാവ് യാക്കോബ് ഉണ്ടാക്കിയ ചുവന്ന പായസം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് അവൻ്റെ നീഡിനേക്കാൾ ഉപരി അതിൻ്റെ ആ കളറും എല്ലാം കൂടെ കണ്ടപ്പോൾ, ചുവന്ന പായസം, ഈ ഫുഡ് കളറുമൊക്കെ അന്നേ യാക്കോബ് കണ്ടുപിടിച്ച. അല്ലാതെ ഈ ഫുഡിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തിനാണ് നമ്മൾ ഫുഡിന് കളറൊക്കെ ചേർക്കുന്നത്? കഴിക്കാനാണെങ്കിൽ കളർ ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അതിനെ, നമ്മുടെ ആപ്പിറ്റൈറ്റിനെ ഒന്നുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മോഹിപ്പിക്കാനായിട്ട്. അങ്ങനെ മോഹിച്ചത് കൊണ്ടാണ് അവനെ പായസം ചോദിച്ചത്. പക്ഷെ അവൻ പറഞ്ഞതെന്നറിയാമോ? ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമല്ലോ. അത് വെറുതെയാണ്. എണീറ്റ് നിന്ന് അനിയ ആ പായസം എനിക്ക് ഇച്ചിരി തരണവളാന്ന് പറയാൻ തക്കവണ്ണമുള്ള ശക്തി ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ ഇവൻ ചത്തുപോകത്തൊന്നുമില്ല. പക്ഷേ അവനോട് അവൻ്റെ ശരീരം പറഞ്ഞത് ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും? ചത്തുപോകുന്ന. അതുകൊണ്ടെന്താ? അവൻ്റെ ഇന്നർമാനെ അവനങ്ങ് മറന്നു. പകരം അവൻ്റെ ഔട്ടർമാനെ അവൻ എന്ത് ചെയ്തു? പരിപോഷിപ്പിച്ചു. എന്താ സംഭവിച്ചത്? അവൻ്റെ ജീവിതം മുഴുവൻ നഷ്ടമായി പോയില്ലേ? ഇതേപോലെ നമ്മളുടെ ഔട്ടർമാൻ നമുക്ക് നൽകുന്നതായ ക്രേവിങ്സ് ഉണ്ട്. ആ ക്രേവിങ്സിന് നമ്മൾ ഒരിക്കലും ആൻസർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ജഡത്തിൻ്റെ ആ മോഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്? മോഹങ്ങളെ നമ്മൾ നിർവഹിച്ചു കൊടുക്കാൻ പാടില്ല. നിർവഹിച്ചു കൊടുത്താൽ പിന്നെയും ഈ പിള്ളേർക്ക് കരയുമ്പോൾ കാര്യം സാധിച്ചു കൊടുത്താൽ പിള്ളേർ മനസ്സിലാക്കും അതൊരു പുതിയൊരു ലാംഗ്വേജ് അങ്ങ് പഠിക്കുക. അപ്പോൾ കരച്ചിലിൻ്റെ ലാംഗ്വേജ് അല്ലേ? പിന്നെ എന്ത് ചെയ്യും? അതിന് വേണ്ടുന്നതെല്ലാം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ കരയും. ഇതേപോലെ തന്നെ ഈ ഔട്ടർമാൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളിത് സാധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ ഒന്നും അത് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കല്ല ഞാൻ പറഞ്ഞത്. ജഡത്തിൻ്റെ മോഹങ്ങളെ നമ്മൾ ഒരിക്കൽ സാധിപ്പിച്ചാൽ പിന്നീട് അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഔട്ടർമാൻ കൂടുതൽ ശക്തിയോടെ നമ്മളോട് കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബോധപൂർവമായിട്ട് ഒരു എക്സ്ട്രാ നിലയിൽ കരഞ്ഞ് നമ്മളോട് ആവശ്യപ്പെടുന്ന നമ്മുടെ മോഹങ്ങൾ ഒരിക്കലും നമ്മൾ കേറ്റർ ചെയ്യാൻ പാടില്ല. അതൊരു ഡിസിപ്ലിനായിട്ട് എടുക്കണം. അങ്ങനെ ഡിസിപ്ലിനായിട്ട് എടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഇന്നർമാൻ എന്ത് ചെയ്യത്തുള്ളൂ? പുഷ്ടിപ്പെടുത്തുള്ളൂ. ഇനി സഭയിലും ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ സഭയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. സഭയിൽ നമ്മൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഔട്ടർമാനെ എങ്ങനെ പരിപോഷിപ്പിക്കാമെന്നല്ല,
പ്രത്യുത എന്താണ്? ഇന്നർമാനെ എങ്ങനെ പരിപോഷിപ്പിക്കാമെന്നാണ്. അവിടെയാണ് ഇന്നത്തെ ചർച്ചസിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തെ നോക്കണം, പക്ഷേ എന്നാൽ ആത്മാവിനെ കരുതണം. ശരീരത്തെ നോക്കണം എന്ന് പറയുന്നില്ല. ആഫ്രിക്കയിൽ ഞാൻ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന, മിക്കവാറും മപ്പുട്ടയിൽ താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസിൽ ഒരു പ്രായമുള്ളൊരു അമ്മച്ചിയുണ്ട്, അമേരിക്കക്കാരിയാണ്. അവർ ഈ ഞങ്ങൾക്ക് അവിടെ റൂമും ഫുഡും എല്ലാം കൂടെ ഒക്കെ ഉണ്ടാക്കി തരും. അസംബ്ലീസ് ബോർഡുകാരിയാണ്. അപ്പോൾ അസംബ്ലീസ് ബോർഡിൻ്റെ അല്ല, പക്ഷേ അവർ അസംബ്ലീസ് ബോർഡുകാരിയാണ്. അവരൊരു മിനിസ്ട്രി പോലെ അത് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വി പേ മണി, ബട്ട് സ്റ്റിൽ അവർക്കൊരു ഭയങ്കര സ്നേഹം. ഒത്തിരി പ്രായമുള്ള സ്ത്രീയാണ്, 80s, ഷീസ് ഇൻ ഹെർ 80s. അപ്പം അവർക്ക് എൻ്റെ ബോഡിയുടെ ഒത്തിരി പ്രശ്നങ്ങൾ അറിയാം. കാര്യം ഞാൻ അവിടെ വെച്ച് ഒത്തിരി എൻ്റെ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെപ്പോഴും എന്നെ കാണുമ്പോഴെല്ലാം പറയും, ഒരിക്കൽ ഡി എൻ മൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം എനിക്ക് ഒരു മിനിസ്ട്രിയും തന്നു, ഒരു കഴുതയും തന്നു. കഴുത എന്ന് പറയുന്നത് ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മിനിസ്ട്രി നടക്കണമെങ്കിൽ എനിക്ക് കഴുതയെ കൂടെ നോക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് കഴുതയെ കൂടെ നോക്കിക്കോണം എന്ന് ഡി എൻ മൂടി പറഞ്ഞൊരു കാര്യം ഇവരെന്നെ ഓർപ്പിക്കും എപ്പോഴും. എന്നിട്ട് എപ്പോഴും പറയും, കഴുതയെ കൂടെ നോക്കിക്കോണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കരുത് എന്ന് എന്നെ ഓർപ്പിക്കാം. ഞാൻ അത്ര കെയർഫുൾ അല്ല എന്ന് അവർക്കൊരു ചിന്ത ഉള്ളത് കൊണ്ട് അവരെന്നെ, ഈ പ്രായമുള്ള സ്ത്രീയല്ല, അവരുടെ വാത്സല്യത്തിൽ ചെയ്യുന്നൊരു കാര്യമാണത്. അവർ വാത്സല്യത്തോടുകൂടെ തന്നെ പറയും, വളരെ ഇതായിട്ട് പറയും, കഴുതയെ കൂടെ ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഡോങ്കി, ഓക്കെ, കഴുതയെ മറന്നു പോകരുതെന്നൊക്കെ ഉള്ളൂ. പക്ഷേ കഴുതയെ തീറ്റിക്കൊണ്ടിരുന്നാൽ മിനിസ്ട്രി നടക്കത്തില്ല. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ കഴുതയെ തീറ്റുകയാണ് പ്രധാനപ്പെട്ട മിനിസ്ട്രി തന്നെ. ഇന്ന് പലരുടെയും മിനിസ്ട്രി എന്താണ്? കഴുതയെ തീറ്റുക. അത് വേണേൽ പറയും, ബ്രദറെ, ദൈവം എനിക്ക് തന്നതല്ലേ കഴുത, എനിക്കിതിനെ നോക്കാതിരിക്കാൻ പറ്റുമോ? ഇത് മാത്രമേ ഇന്ന് നോക്കുന്നുള്ളൂ എന്നുള്ള പ്രശ്നം. ഇന്നിപ്പോൾ മിനിസ്റ്റേഴ്സ് തന്നെ അവരുടെ ശരീരത്തെയും ശാരീരിക ആവശ്യങ്ങളെയും ഭൗമിക ആവശ്യങ്ങൾക്കും വേണ്ടി അതിനെ കേറ്റർ ചെയ്യാൻ അവരുടെ മിനിസ്ട്രി മറന്നുപോലും അവരെന്ത് ചെയ്യുന്നു? കഴുതയെ നോക്കണമെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ ജീവിക്കുന്നത് എൻ്റെ കഴുതയ്ക്ക് വേണ്ടിയല്ല. ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയാണ്. എനിക്ക് കർത്താവ് ഒരു ഔട്ടർ ബോഡി തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ഇന്നർ മാനെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി മാത്രമല്ല ദൈവം എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്താണ്? എന്നിൽ അവനെ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചു, ആൻ ഇന്നർ മാൻ. ആ ഇന്നർ മാൻ ശക്തിപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവം സഭയെ ആക്കിയിരിക്കുന്നത്.